ഗവർണറുടെ പുതിയ സർക്കുലർ വന്നിരിക്കുകയാണ്. അത് വിവാദമാകാനും സാധ്യതയുണ്ട്. അതായത് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം. എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും സർക്കുലർ നൽകിയിട്ടുണ്ട്. വൈസ് ചാൻസലർക്ക് അന്ന് പരിപാടി സംഘടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കുലർ അയച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഗവർണറുടെ ഈ പെട്ടെന്നുള്ള ഇത്തരം ഒരു നീക്കത്തിന് കാരണം? പെട്ടെന്നുള്ള ഒരു നീക്കം എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഗവർണറുടെ ഒരു കാഴ്ചപ്പാട്, ഈ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഭാരതത്തിൻ്റെ ദേശീയതയോടും ഭാരതം പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളോടും ഭാരതത്തിൻ്റെ താല്പര്യം അനുസരിച്ചുള്ള ഒരു നടപടികളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അടക്കം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ അഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു കറതീർന്ന RSSകാരനാണ്, അതിൻ്റെ സംശയമൊന്നുമില്ല. RSSൻ്റെ ഒരു കാഴ്ചപ്പാടുകളുണ്ട് ഈ രാജ്യത്ത് ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും. അത് കേവലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മൾ സാധാരണ കാണുന്നത് പോലെ പലപ്പോഴും പറയാറുണ്ട് RSS ഭരണത്തിൽ നിയന്ത്രിക്കുന്നു. അങ്ങനെയല്ല. RSSന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഭാരതത്തിൻ്റെ ദേശീയതയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇവിടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ചും തമസ്കരിക്കപ്പെട്ട കാര്യങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതേ കാഴ്ചപ്പാടുകളുള്ള ഒരു മനുഷ്യനാണ് ആർലേക്കർ എന്ന് പറയുന്നത്. അത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും രാജ്യത്ത് നിലനിൽക്കുന്ന എന്താ പറയുന്നത് സർവകലാശാലകളിലാണെങ്കിൽ സർവകലാശാല നിയമത്തിൻ്റെ UGC ചട്ടങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലും അത്തരം കാര്യങ്ങൾ അദ്ദേഹം നടപ്പാക്കാൻ ഉള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കാറുണ്ട്. അതിൽ ഇതുവരെ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായി കണ്ടിട്ടുമുണ്ട്. അതൊരു ഉദാഹരണമായിരുന്നല്ലോ നമ്മൾ ഈ രാജ്ഭവനിൽ ഈ ഭാരതാംബ വിവാദം എന്ന് പറഞ്ഞ ഇടക്കാലത്ത് പെട്ടിട്ടുണ്ട്. ഭാരതാംബയുടെ ചിത്രത്തിൽ പിന്നെ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് രാജ്ഭവനിൽ ചടങ്ങുകൾ ആരംഭിക്കുന്നു, രാജ്ഭവൻ ചെയ്യുന്ന ചടങ്ങുകൾ ആരംഭിക്കുന്നു എന്ന്. അത് തീർച്ചയായിട്ടും അതൊരു അത് ഭാരതീയരുടെ ഒരു വിഷനാണ് ഭാരതാംബ എന്ന് പറയുന്നത്. ഭാരതാംബ എന്ന പദം തന്നെ പ്രയോഗിക്കാൻ സ്വയം ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതുന്ന ആൾക്കാർ ഭരണഘടനയാണ് പവിത്രമെന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് ഇപ്പോൾ ഭരണഘടന പവിത്രമാണെന്ന് കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒരു മന്ത്രി തന്നെ പറഞ്ഞിരുന്നല്ലോ ഭരണഘടന. അതെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു വന്നതാണെങ്കിലും അതിനകത്തും ചില ശരികളുണ്ടെന്നുള്ളത് സത്യം. അതോടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇത്രയേറെ പവിത്രമായിട്ട് കരുതാൻ തുടങ്ങിയത് ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ചില ആളുകൾ ഭരണഘടനയ്ക്ക് പവിത്രത കൽപ്പിച്ച് തുടങ്ങിയത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് ഭാരതാംബ എന്ന പദം കേൾക്കുന്നത് അവർക്കൊരു എന്താ പറയുന്ന ഒരു അസഹിഷ്ണുത പെട്ടെന്ന് ഉണ്ടാകുന്നു. അതവിടെ നിൽക്കട്ടെ, അതും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ ഒരർത്ഥത്തിലും പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ നടപടികളും നമ്മൾ കണ്ടത്. പിന്നോട്ട് പോകുന്നത് സർക്കാരാണ്. ഇവളിലൂടെ പിണറായി സർക്കാർ തന്നെയാണ് ഗവർണറുടെ മുമ്പിൽ പെട്ടെന്ന് ആരംഭിച്ച അതിനെ തുടർന്നാണല്ലോ ഈ യൂണിവേഴ്സിറ്റിയിലെ വലിയൊരു സമരം നടന്നത്. യൂണിവേഴ്സിറ്റി ഏതാണ്ട് കയ്യേറിയ പോലെ പോലീസ് സഹായത്തോടു കൂടി പോലീസുകാരെ നോക്കുകുത്തികളാക്കിക്കൊണ്ട്, അതിപ്പം ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാമല്ലോ. പോലീസ് സംവിധാനം മുഴുവൻ മാറിയ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സംഘം, നേരത്തെ ഒരിക്കലും നമ്മൾ പരാമർശിച്ചു, ഭിക്ഷക്കാരുടെ ഒരു സംഘം വന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കയറിപ്പോയാൽ ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പം അത്തരം സമരങ്ങളിൽ അർത്ഥമൊന്നുമില്ലല്ലോ, അത് നമുക്കറിയാം. പക്ഷേ അതുപോലും ഏതാണ്ട് സ്വിച്ച് ഇട്ടതുപോലെ നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് തുടരുകയും ചെയ്യുന്നു. ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലെന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അധികം സംസാരിക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പത്രസമ്മേളനം നടത്തിയ ആളുകളെ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു നേരത്തെ ഗവർണർ. അദ്ദേഹം ഒരു ഔട്ട് സ്പോക്കൺ, എന്താ പറയുന്നത്, അദ്ദേഹം സംസാരിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആളായിരുന്നു എന്ന് തോന്നുന്നു പത്രക്കാർ. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംസാരമേ ഇല്ലല്ലോ. അദ്ദേഹം കൃത്യമായും കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്നതാണ്. അതാണ് ഈ ഓഗസ്റ്റ് 14-ാം തീയതി ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ നമുക്കറിയാം, നമ്മുടെ 10 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട കാലഘട്ടമാണ് ഈ ചുരുങ്ങിയ നമ്മൾ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ആഘോഷങ്ങൾക്ക് അടുത്ത് നിൽക്കുകയാണല്ലോ. 1947 ബംഗാളിൽ സുഹ്രവർദി കലാപത്തിനാണ് ആഹ്വാനം ചെയ്തത്. ബംഗാളിലെ എന്ന ഭരണാധികാരിയുടെ സുഹ്രവർദി. ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിനാണ്, 10 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടെന്ന അനൗദ്യോഗിക കണക്കുകളുണ്ട്. ആ വിഭജനത്തോടനുബന്ധിച്ച കൊടും ക്രൂരത, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാണ് ഈ വിഭജനത്തോടനുബന്ധിച്ച് വന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നവർ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയും യാതനയുമാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത്. ബംഗാളിൽ അതേപോലെ തന്നെയാണ് പശ്ചിമ പാകിസ്ഥാനിലും
പൂർവ്വ പാകിസ്ഥാനിലും 2 സ്ഥലത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഒഴുകിയ ട്രെയിനുകളിൽ വെച്ച് കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധയിൽപ്പെട്ടില്ല. പക്ഷേ മുറിവുകൾ ഉണക്കുന്നതിൻ്റെ ഭാഗമായിട്ടാകാം. പക്ഷേ ഇതും ചരിത്രത്തിൽ നിന്ന് മായ്ച്ച് കളയാൻ കഴിയുന്നൊരു കാര്യമല്ല. ചരിത്രത്തിൽ നിന്ന് എന്താ പറയുന്നത്, എങ്ങനെയാണ് ഇത് മായ്ക്കാൻ കഴിയുന്നത്? ഈ കൂട്ടക്കൊല ഇപ്പം ജൂതന്മാരുടെ കൂട്ടക്കൊലയെ തുടർന്നാണ് ഇസ്രായേൽ നമുക്കറിയാം. ലോകം മുഴുവൻ അനാഥരായി നടന്നൊരു ജനതയാണ് ജൂതന്മാർ. നമുക്ക് ഇതിനെയൊക്കെ പുരോഗമനകാംക്ഷികളായ ആളുകളെന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എതിർക്കുമ്പോൾ നമ്മൾ ഈ ചരിത്രം നേരെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വർഷങ്ങളധികമായിട്ടില്ല. 47-ലല്ലേ ഈ നടന്ന സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായി രൂപപ്പെട്ടത്. അത് കിട്ടിയേ മതിയാകുമെന്ന് മുഹമ്മദ് അലി ജിന്നയും സുഹ്രവർദിയും പ്രഖ്യാപിക്കുകയായിരുന്നു. അവർക്ക് അതിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് കൃത്യമായി പറയുകയും ഒരുപാട് ആളുകൾ ഒരു അഖണ്ഡ ഭാരതം അല്ലെങ്കിൽ ഒരുമിച്ചൊരു ഭാരതം സ്വപ്നം കണ്ടിരുന്ന ഒരുപാട് ആളുകളുടെ ഒരുപാട് ചിന്തകരുടെയും ആ വിധത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ ഈ മനസ്സിലിരുത്തി വീണുകൊണ്ടാണ് സത്യത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ട് ഇങ്ങനെ പോയത്. അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സ്വപ്നമായി ഇന്നും സൂക്ഷിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഭാരതം എന്ന് പറയുമ്പോൾ ഒരു വികാരത്തിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മളിപ്പോൾ കാണുന്ന ഭൂമിശാസ്ത്രപരമായി കാണുന്ന ഇന്ത്യ മാത്രമല്ലല്ലോ. അതിനപ്പുറത്തുള്ള ഇന്ത്യയെ നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ തുടക്കമുള്ള സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെയൊക്കെ തുടക്കമുള്ള അതൊക്കെ ചേർന്ന ഒരു ഭാരതമാണ് നമ്മുടെ. അപ്പോൾ അത് ആ വിഭജനത്തോടനുബന്ധിച്ച് അവിടെ നടന്ന കൊടും ക്രൂരതകളെന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കുകയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏറ്റവും ഒടുവിൽ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഏറ്റവും ഒടുവിൽ ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം നമുക്കാണ് ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. പാകിസ്ഥാൻ കാശ്മീരിൻ്റെ ഒരു ഭാഗം ഒക്യുപ്പൈ ചെയ്ത് വെച്ചിട്ട് വിഭജന സമയത്ത് ലഭിച്ച പാകിസ്ഥാൻ അപ്പുറത്തേക്ക് ഈ കാശ്മീർ കൂടി അധിനിവേശം വഴി അകത്തേക്ക് പ്രവേശിപ്പിക്കാമെന്ന് ധാരണയോട് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ നമുക്കന്ന് വിമോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. കഴിയുമായിരുന്നതാണ്, പക്ഷേ അത് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ കേന്ദ്രമാക്കി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം അത് തീവ്രവാദത്തിന് ഹബ്ബാക്കി മാറ്റിയിരിക്കുകയാണ്. മണ്ടൻ തീരുമാനമായിരുന്നു സാർ ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്ന് നമ്മൾ നമുക്ക് അത് വേറൊരു വിഷയമാണ് വിഭജനം എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു. ആരാണ് ഉത്തരവാദികൾ? തീർച്ചയായിട്ടും ഇതിൻ്റെ ആരൊക്കെയാണ് തീർച്ചയായിട്ടും ഈ ആവശ്യം ഉന്നയിച്ചത് മുസ്ലിം ലീഗ് തന്നെയാണ്. മുഹമ്മദ് അലി ജിന്നയൊക്കെ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നതാണ്. ഇതിനിടയിൽ ഹിന്ദുരാഷ്ട്ര സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ സവർക്കർ അടക്കമുള്ളവർ നേരത്തെ ഈ വിഷയം അവരാണ് ആദ്യം ഉന്നയിച്ചത് എന്നൊരു വാദഗതി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അവരുടെ കൺസെപ്റ്റിൽ ഒരിക്കലും 2 രാജ്യങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു അഖണ്ഡ ഭാരതം എന്നുള്ളതാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെന്ന് പറയുന്നത് അരക്ഷിതരാണെന്നും അങ്ങനെയാണല്ലോ ഈ 2 സ്ഥലത്തായിട്ട് ഈ പാകിസ്ഥാൻ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ ഇന്ത്യയുടെ 2 ഭാഗത്തുമായിട്ടാണ് പാകിസ്ഥാൻ രൂപം. എത്ര പ്രാക്ടിക്കലല്ലാത്ത പ്രായോഗികമല്ലാത്തൊരു തീരുമാനമായിരുന്നു അതെന്ന് ഈ വർഷങ്ങൾ തെളിയിച്ചല്ലോ. 1900 അന്ന് മുതൽ ബംഗാൾ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പുതിയ രാഷ്ട്രമാകാനുള്ള ത്വരയിലായിരുന്നല്ലോ. കാരണം അവരെ അടിച്ചമർത്തുകയായിരുന്നല്ലോ ഈ ഇവിടെ ചെയ്തത്. മതം എന്ന ഒരടിസ്ഥാനത്തിൽ മാത്രമാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരുപാട് പേരുടെ സങ്കല്പത്തിൽ ഇപ്പോഴും ഈ അഖണ്ഡ ഭാരതം എന്ന ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ വിഭജനം എന്ന് പറയും, വിഭജനത്തിൻ്റെ കൊടും ക്രൂരതയ്ക്കും ഉത്തരവാദി എന്ന് പറയുന്നത് പ്രധാനമായും ജിന്നയും സുഹ്രവർദിയുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബംഗാൾ സുഹ്രവർദിയാണ് കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. പിന്നെ ഗാന്ധിജി അതുകൊണ്ടാണല്ലോ ഗാന്ധിജിക്ക് അവിടെ താമസിക്കേണ്ടി വന്നത് തന്നെ. കാരണം ഇതൊരു പ്രതിക്രിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്രൂരത ഒഴിവാക്കാനാണ് ഗാന്ധിജി സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നമുക്ക് അവിടെ അദ്ദേഹം ഈ ബംഗാളിലെ ഈ എന്താ പറയുക കൊടും ക്രൂരതകൾ നടന്ന ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം പോയി എന്നത്. അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നത് അതിഭീകരമായിട്ട് വീണ്ടും ഉണ്ടാകും. അപ്പോൾ ഇത് ഓർമ്മിച്ചിരിക്കേണ്ട കാര്യമാണ്. ഈ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്, നമ്മുടെ ആധുനിക ചരിത്രം എന്ന് പറയുന്നത് ഈ വിഭജനത്തിൻ്റെ കൊടും ക്രൂരതകളെ മറന്നുകൊണ്ടുള്ളൊരു ചരിത്രം നമുക്കില്ല. അത് ഓർമ്മിപ്പിക്കാൻ ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇത് തീർച്ചയായിട്ടും വിവാദമാകും. ഇതിപ്പോൾ ഒരു ഗവർണറുടെ സർക്കുലർ ഒരു വിവാദമാകുമെങ്കിലും നമ്മുടെ സർവകലാശാലകളിൽ സെമിനാറുകൾ നടക്കുമെന്നും ചരിത്രത്തിലേക്ക് ഒരു പുതിയ അവബോധത്തോടുകൂടി ചരിത്രത്തെ കാണാൻ കഴിയുമെന്ന് വേണം നമ്മൾ കരുതാൻ. എന്തായാലും വിവാദമായാലും അല്ലെങ്കിലും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, ഓർക്കേണ്ട വിഷയമാണ്. കാരണം ഇതൊരു നീറ്റലിൻ്റെ വിഷയമാണ്.